അങ്ങനെ പാറുവിനെയും കണ്ണനെയും പപ്പ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സാധാരണ വൈകുന്നേരം കണ്ണനെ ഞാനാ കൊണ്ടുവന്നു, ഇന്ന് സച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഇതേ കണ്ണൻ്റെ കാറ് വന്നിട്ടുണ്ട്. അപ്പോൾ റിമോട്ടിൽ ഓടുന്ന കാറ് വേണമെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വന്ന് ഞാൻ അവനെ കാണിക്കരുതെന്ന് വിചാരിച്ചെന്നാണ്, കാരണം അതിൽ ബാറ്ററി ഇല്ല, ബാറ്ററി ഇട്ടതിന് ശേഷം കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അവൻ്റെ പപ്പ പറഞ്ഞാൽ അതിന് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു 200 മുതലല്ലേ ഇത്രയൊക്കെ ക്വാളിറ്റി കാണുള്ളൂ, മാത്രമല്ല ചെക്കൻ ഇപ്പം തന്നെ തല്ലിപ്പൊളിക്കുന്നു ഞാനിങ്ങനെ പറയുമായിരുന്നു. ഇവനെന്താ മഞ്ഞ് തന്നെയുള്ള കിട്ടിയത് കഴിഞ്ഞ ദിവസം. ആ സമയത്താണ് ഞാൻ അവരറിയാതെ കഴിച്ച 2 മിഠായിയുടെ കടലാസ് അവർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് കവറാണ്, ഇപ്പം കിട്ടിയ കവറാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ ജസ്റ്റ് അവരോട് അതും ഇതൊക്കെ പറഞ്ഞൊന്ന് രക്ഷപ്പെട്ടു. ഏയ് പാറുജി, എന്തുട്ടാ പഠിക്കാനുള്ള ഗൗരവത്തിലാണല്ലോ പാറുജി. ചിരിക്കടോ താൻ. പുതിയ റായും ആ വളയൊക്കെ കാണിച്ചു കൊടുത്തില്ലല്ല ഫ്രണ്ട്സിന്. ആ പപ്പ ഇന്നലെ രാത്രി മേടിച്ചു കൊടുത്താണല്ലേ കള്ളി. പപ്പ ഇന്നലെ രാത്രി മേടിച്ചു കൊടുത്താണ് ഗൈസ്. നോക്കട്ടെ എന്തൊക്കെ എഴുതാൻ. ആ എല്ലാം എഴുതാനുള്ള, അങ്ങനെ ഇത് കളിക്കില്ലേ. ആ മോന്റെ കാറ് വന്നു ഗൈസ് അല്ലേ. കണ്ണമോന്റെ കാറിനെ കുറിച്ചും കൂടി പറയാനായിട്ട് അവൻ എന്നോട് പറഞ്ഞു കേട്ടോ ഗൈസ്. ഇങ്ങനെ പറഞ്ഞ ആ ബാറ്ററി പപ്പ മേടിച്ചിട്ട് നമ്മള് കാറ് കാണിച്ചു തരും അല്ലേ എല്ലാവർക്കും. യെല്ലോ 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 അല്ല, ഒരു ഓറഞ്ച് ആണ്, പക്ഷെ വീഡിയോയിലൊക്കെ കാണുമ്പോ ഒരു യെല്ലോ പോലെ ഉണ്ട്. പാറു ചേച്ചി ഉടുപ്പ് മാറ്റിയിട്ട് പാറു ചേച്ചി. സാധാരണ സ്കൂൾ വിട്ടുന്ന ഉടനെ തന്നെ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറ്റി കൈകാലം മുഖമൊക്കെ കഴിക്കിട്ടാ വന്നത്. ഇന്നെന്താണോ പുറ വന്ന വഴി തന്നെ അവിടെ പോയി എഴുത്ത് തുടങ്ങി. ബാറ്ററി മേടിക്കണോ? ആ ബാറ്ററി മേടിച്ചിട്ട് കളിച്ചു നോക്കും. എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകണം. എന്ത് കാറാ? കാറ് സ്കൂളിൽ വാ. ഇതിക്ക് മുമ്പായിട്ടേ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഇവിടെ കുഞ്ഞച്ഛനൊരു കാറ് മേടിച്ചു കൊടുത്ത് നശിപ്പിച്ച് നാരണക്കല്ല് എടുത്തു. ആ ടീച്ചർ തല്ലും. ആ എന്തേ ടീച്ചർ തല്ലൂല്ലേ? എന്ത് ടീച്ചർ പറഞ്ഞ നിന്നോട് കാർ കൊണ്ടുപോയിക്കോളൂ സ്കൂളില്? എടി തണച്ചി പോകാം. ആ പൊട്ടിപ്പോ. എല്ലാരും കാറ് ഉണ്ടെന്നാ അവരും കൂടെ നോക്കിയേ. അമ്മനെ നോക്കിയേ, അമ്മനെ നോക്കിയേ. അവിടെ പറയല്ലേ കാറ്. കാറൊന്നും ഇല്ലല്ലേ? പാറുന്നോണ്ട പറയണല്ലേ? എന്താ പാറു അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയേ? പിന്നെ കാറില്ലാത്ത കളിക്കണം. ആണാ? ആ പാറു 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 എന്താ എഴുതണ? എന്നിട്ടാ പാറുന് ഭയങ്കര ദേഷ്യം. അതെന്താണല്ലേ പാറു ഇങ്ങനെ ദേഷ്യപ്പെടണേ? മോൻ കുറുമ്പനല്ലേ? ആര് പറഞ്ഞു നീ കുറുമ്പനല്ലാന്ന്? ആരടാ പറഞ്ഞത് നീ കുറുമ്പനല്ലാന്ന്? നീ തന്നെ വെച്ചതാ രാവിലെ ചീത്ത കളഞ്ഞേക്കത്. അമ്മ പഴം തരട്ടെ രണ്ടുപേർക്കും തിന്നാൻ? തരട്ടെ? പുഴുങ്ങാത്ത പഴം, പച്ചപ്പഴം. പാറു ഇന്ന് കാണിച്ചു. തക്കുമെടുക്കനായ ആഹാ. അവന്റെ അംഗൻവാടി വിശേഷങ്ങളാട്ടോ എല്ലാരോടും പറഞ്ഞു തന്നെ. തല്ലു പിടിക്കുവായിരുന്നല്ലേ? ഇപ്പൊ അവൻ തല്ലുപിടുത്തല് നിർത്തിയല്ലേ? അവൻ മിടുക്കം കുട്ടിയായി. ആ കണ്ണം മിടുക്കം കുട്ടിയായ? ആ ഏടനും മിടുക്കം കുട്ടിയായി. പാറു ചേച്ചി, പാറു ചേച്ചി പാറു ചേച്ചി അമ്മനൊന്ന് നോക്കി ചേച്ചി. പാറു ചേച്ചി കൂടില്ല കേട്ടോ ഗൈസ്. പാറു ചേച്ചി ഉടുപ്പൊന്നും മാറ്റാണ്ട് കയറി. പാറു കാലൊക്കെ കഴുകി ഉടുപ്പൊക്കെ മാറ്റിയിട്ട് കയറി കിടന്നേ. കാലിലെ കഴുക്കുണ്ട്. കാല് കഴുക്, കാല് കഴുക്. ചീത്ത പറയല്ല. ആ അമ്മയുടെ പോരും പോയി കാലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി. രണ്ടുപേരും ചെല്ല്.
ആ ബാത്റൂം തുറന്നു പാറു ചെല്ല് 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 പാറു മതി 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 കാലൊക്കെ നീട്ടിട്ട് പോ ഡ്രസ്സൊക്കെ മാറ്റ് പിന്നെ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറ്റി വന്നത് പുട്ടും പഴവും കഴിക്കാൻ കേട്ടോ. പഠിച്ചുകൊണ്ട് പുട്ടും പഴവും കഴിക്കുന്ന പാറുക്കുട്ടി.